Hi friends, Namaste. Always bring with you. ചൈന ടൂർ ബീജിംഗ് നഗരത്തിലെ സൈറ്റ് സീയിങ് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടിയാനൻമെൻ സ്ക്വയറിലേക്കാണ്. പണ്ടൊക്കെ ബസ് വളരെ അടുത്ത് വരെ വന്ന് ആ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ തൊട്ട് അരികത്ത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല, ഇപ്പോൾ ഒത്തിരി നടക്കണം. സോ നശ്വരമോ അനശ്വരമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ടിയാനൻമെൻ സ്ക്വയർ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ചത്തൊടങ്ങിയ സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ടിയാനൻമെൻ സ്ക്വയർ വിപ്ലവം അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സ്ഥലമാണ്. എത്രയോ നൂറുകണക്കിന് കുട്ടികളുടെ ദേഹത്തു കൂടി ടാങ്കറിലെ ടാങ്കർ ഇറങ്ങി നടന്ന് പോയ അങ്ങനെ രക്തച്ചൊരിച്ചിലുണ്ടായ സ്ഥലമാണിത്. സോ നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെ തണുപ്പാണ്. എല്ലാ ആൾക്കൂട്ടമാണ് ടിയാനൻമെൻ സ്ക്വയറിൽ. ഗംഭീരമായിട്ടുള്ള ആൾക്കൂട്ടമാണ് ടിയാനൻമെൻ സ്ക്വയറിൽ. National Museum, National History Museum. In the middle, that is the monument. You know, the war, people died. We have against Japanese Civil War. Many people died. ഈ ബിൽഡിംഗ് ആണ് മാവോ സേതൂങ്ങിൻ്റെ ബോഡി വെച്ചിരിക്കുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർ ലൈനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ടിയാനൻമെൻ സ്ക്വയറിലാണ്. ഇത് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ആൻഡ് ദിസ് എ സ്ക്വയർ വേർ അൺനോൺ സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്മൃതിപഥം മെമ്മോറിയൽ. ഇതാണ് ഫോർബിഡൻ സിറ്റി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോർബിഡൻ സിറ്റി. ഇത് ഇപ്പോൾ ടിയാനൻമെൻ സ്ക്വയർ. Behind it. So later we go through. Okay? Other places. ആണ് ഫോർബിഡൻ സിറ്റി. The huge Tiananmen Square where in 1989 the huge students' revolution took place, which nobody in the world can ever forget. നമ്മൾ ആൾക്കാർ അവിടെ എവിടെയും ചിന്തം നടക്കുകയാണ്. നോ മൈൻഡ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം ചൈനക്കാരും കൊറിയൻസും ഒക്കെയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ഫിഗേഴ്സും ഉണ്ട്. ബൾഗേറിയൻ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യൻസും കുറേ ഉണ്ട്. ഇന്ത്യൻസും കേരളൈറ്റ്സും മാത്രമല്ല പലരും. ചൈന ഇഷ്ടപ്പെട്ടോ? എന്താ പ്രശ്നം? പാസ്പോർട്ട് ചോദിക്കണം അല്ലേ? വലിയ കഷ്ടം അല്ലേ? പാസ്പോർട്ട് മിസ്സിങ് ചോദിക്കുക ഓരോ സ്ഥലത്ത് അല്ലേ? അല്ലെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ? ഓക്കെ, അതെ. പക്ഷെ ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് നല്ലതാ അല്ലേ? This is the Forbidden City inside. എന്തുകൊണ്ടാണ് ഫോർബിഡൻ സിറ്റി? അതായത് പണ്ട് കോട്ട കൊത്തളങ്ങളും കാര്യങ്ങൾക്കും ഉണ്ടായ സമയത്ത് മറ്റ് സാധാരണക്കാർക്ക് ഇവിടെ എല്ലാവിടെ ആയിരുന്നില്ല. നമ്മൾ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് സീ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് സീ ഇൻസൈഡ് ആൻഡ് വി മൂവ്. ഇവിടെ ആയിരുന്നു പണ്ട് രാജാക്കന്മാരും ചക്രവർത്തിമാരും പ്രഭുക്കന്മാരും അവരുടെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരൊക്കെ വന്ന് നിന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് സാധാരണക്കാർക്ക് എല്ലാവരും അറിഞ്ഞത് കൊണ്ടാണ്. ദിസ് ഇസ് ഇൻസൈഡ് ദ ഫോർബിഡൻ സിറ്റി, ദ സെക്കൻഡ് ബിൽഡിംഗ്, ദ ടോപ്പ് മോസ്റ്റ് ബിൽഡിംഗ് വേർ മോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ടേക്കിംഗ് പ്ലേസ്. അതായത് എന്തൊക്കെ ഡിസിഷനാണോ ഒരു രാജസഭയിൽ നടക്കേണ്ടത് അതൊക്കെ നടത്തുന്ന സ്ഥലമാണ് ഇത്. കോട്ടപ്പുറങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ 7 എണ്ണമുണ്ട്. പ്രധാനപ്പെട്ട ഇതാണ്, ഇവിടെയാണ്. രാജ്ഞിമാർ ഉപരാജ്ഞിമാർ ഇങ്ങനെയൊക്കെ അത് നടന്നിരുന്നത്. അതുകൊണ്ടാണ് ആ പ്രതീകത്തിനെ പോലെ ചെയ്യുന്നത്.
രാജാവിൻ്റെ കല്യാണ കാര്യങ്ങൾ, പാർട്ടികൾ, അതുപോലെ മറ്റ് എൻഗേജ്മെൻറ്റ് ആൻഡ് ചൈനീസ് ന്യൂ ഇയർ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ ഒക്കെ കൊണ്ടാടുന്ന സ്ഥലമാണ് പൊതുവേ ഇത്. അതുകൂടാതെ കണ്ട് പറഞ്ഞില്ല, അതുപോലെ ചിലപ്പോഴും വലിയ സ്ഥലം നോക്കിയിട്ട് ഇവിടെയും ചിലപ്പോൾ മീറ്റിങ്ങൊക്കെ വെക്കുന്നത് കാണും.